Welcome dear students. In the previous video we have discussed that limit extends to C, f of x exists is equal to L if and only if the one-sided limit extends to C plus f of x and limit extends to C minus f of x exist and both of them are equal. സോ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാകണമെങ്കിൽ വൺ സൈഡഡ് ലിമിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുകയും വൺ സൈഡഡ് ലിമിറ്റ്സ് ഈക്വൽ ആകുകയും ചെയ്യണം. സോ ഫ്രം ദിസ് വി ക്യാൻ ഫോർമലി സ്റ്റേറ്റ് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ നോൺ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ്സ്. നോൺ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ്. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് നമ്മളിവിടെ പറയുന്ന ഈ കണ്ടീഷൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും അത് ഈക്വൽ ആകുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈക്വൽ ആകുന്ന വാല്യൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സുമായിട്ട് സെയിം ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് പറയാൻ സാധിക്കത്തുള്ളൂ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തെന്നുള്ളതെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് ബോത്ത് ഓഫ് ദ ലിമിറ്റ് എക്സിസ്റ്റ് ബട്ട് മേ നോട്ട് ബി ഈക്വൽ. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈക്വൽ അല്ലെങ്കിൽ എന്ത് പറയാൻ സാധിക്കും, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയാൻ സാധിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ബട്ട് നോട്ട് ഈക്വൽ. ഓക്കെ, രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഈക്വൽ അല്ല. രണ്ടാമത്തെ കേസ്, ഇതിലേതെങ്കിലും ഒരു ലിമിറ്റെങ്കിലും എക്സിസ്റ്റ് ചെയ്യാതിരുന്നാൽ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും അത് ഈക്വൽ ആകുകയും ചെയ്യുമ്പോൾ മാത്രമേ ലിമിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് പറയാൻ സാധിക്കൂ. ഇഫ് ഐദർ വൺ ഓഫ് ദ ലിമിറ്റ്സ്, വൺ സൈഡഡ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, വി ക്യാൻ സേ ദാറ്റ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് വി സേ ദാറ്റ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒന്നുകിൽ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വൺ സൈഡ് ലിമിറ്റ്സ്, ആ ലിമിറ്റ്സ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അടുത്തത്, ഏതെങ്കിലും ഒരു വൺ സൈഡ് ലിമിറ്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ഓൾ. സോ ഫ്രം ദിസ് കണ്ടീഷൻ ദ നോൺ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ്സ് ക്യാൻ ഓൾസോ ബി എസ്റ്റാബ്ലിഷ്ഡ് യൂസിങ് വൺ സൈഡഡ് ലിമിറ്റ്സ്. Now we moving on to sequential criteria of one-sided limits. നമ്മൾ ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാകണമെങ്കിൽ we define the sequential criteria that for every sequence xn which converges to C, f of xn should converges to L. That was the concept. അപ്പോൾ സിയിലെ കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും ആ സീക്വൻസിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ പറഞ്ഞത് എഫിന് സിയിലുള്ള ലിമിറ്റാണ് എല്ലെന്ന് പറഞ്ഞത്. ദെൻ ഹൗ ക്യാൻ വി സേ ഇൻ ദ കേസ് ഓഫ് വൺ സൈഡഡ് ലിമിറ്റ്സ്, സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഇൻ ദ കേസ് ഓഫ് വൺ സൈഡ് ലിമിറ്റ്സ്. വൺ സൈഡ് ലിമിറ്റ്സിൻ്റെ കേസിൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് വൺ സൈഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കേസിൽ അവർ സീക്വൻസ് ഷുഡ് ബി ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അല്ലെങ്കിൽ നമ്മുടെ സീക്വൻസ് സിയെക്കാട്ടിലും വലുതാകുന്ന സീക്വൻസുകൾ, ആ സീക്വൻസുകൾ സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്നുകൾ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഹാസ് ദ ലിമിറ്റ്. ഇനിയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കേസിൽ നമ്മുടെ പോയിൻറ്റ്സ് എല്ലാം ലെഫ്റ്റ് സൈഡ് ഓഫ് സി ആണ്. ലെഫ്റ്റ് സൈഡ് ഓഫ് സി എന്ന് വെച്ചാൽ സിയെക്കാട്ടിലും ചെറുതാണ്. സോ നമ്മുടെ സീക്വൻസും സിയെക്കാട്ടിലും ചെറുതായിരിക്കണം. സോ ഫോർ ഓൾ സീക്വൻസ് xn converging to C and xn greater than C, അതായത് സിയുടെ റൈറ്റ് സൈഡിലുള്ള സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന എല്ലാ സീക്വൻസിൻ്റെ കേസിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എൻ എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്. സിമിലർലി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി
സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സിയെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഏതൊരു സീക്വൻസ് എടുത്താലും, ദാറ്റ് ഈസ് ഫോർ ഓൾ എക്സ് എൻ വിച്ച് കൺവേർജിങ് ടു സി ആൻഡ് എക്സ് എൻ ഈസ് ആക്ച്വലി ലെസ് ദാൻ സി, if f of xn converges to L, then we say that the left hand limit exists. So this is the condition for sequential criteria for the existence of one-sided limits. So we can formally state that so the result is, let A subset of R, f from A to R be a function and C be a cluster point of A intersection C infinity. നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. Then the following statements are equivalent. Limit x tends to C plus f of x is equal to L is equivalent to saying that for every sequence xn which converging to C and xn greater than C, the sequence f of xn converges to L. അതായത് സിയുടെ റൈറ്റ് സൈഡിലുള്ള സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും അതിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ വി സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു L. Similarly, we can say in the case of left hand limit as well. In the case of left hand limit, limit x tends to C minus f of x is equal to L is equivalent to saying that for every sequence xn which converging to C such that xn element of A and xn less than C, the sequence f of xn converges to L. So, left hand limit exist ചെയ്യണമെങ്കിൽ സിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസിൻ്റെയും ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് പോകണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സിയുടെ റൈറ്റ് സൈഡിലുള്ള സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസിൻ്റെയും ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് എടുക്കണം. ദാറ്റ്സ് ദ കണ്ടീഷൻ. സോ വി ഹാവ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. I think you can easily establish this result as well in your own. So this proof I will leave you as an exercise problem for you. You have to submit within Friday. If you have any doubt, please contact me. Okay, let's move on to the next question, next example of one-sided limits and limits. So the question is, explain the one-sided limits of e raised to 1 by x at 0. സോ 0 എന്നുള്ള പോയിന്റിൽ ഇ റൈസ് ടു 1 ബൈ എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ വൺ സൈഡഡ് ലിമിറ്റ്സ് നമുക്ക് കണ്ടെത്തണം. സോ ട്രിവിയലി നമ്മൾ നോക്കുമ്പോൾ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ 1 ബൈ എക്സ് ഈസ് അൺബൗണ്ടഡ്, അല്ലെ 1 ബൈ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഇ റൈസ് ടു 1 ബൈ എക്സ് ഷുഡ് ഓൾസോ ഗോസ് ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് അവർ ഇൻസൈറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വൺ സൈഡ് ലിമിറ്റ്, actually one among the one side limits exists and the other one does not exist. So let's discuss. നമ്മൾ സാധാരണയായിട്ട് if we compare two functions t and e raised to t, okay, e raised to t-യുടെയും ഗ്രാഫ് എടുത്താൽ it is easy to understand that t is always less than e raised to t. ഇത് e raised to t യുടെ ഗ്രാഫാണ്. ദിസ് ഈസ് ടിയുടെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ടി ഒരു പോസിറ്റീവ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ യൂസിങ് ദിസ് ഗ്രാഫ് ഇറ്റ് സെൽഫ് വി ക്യാൻ കമ്പയർ ദാറ്റ് 0 ലെസ് ദാൻ t ലെസ് ദാൻ e raised to t whenever t is positive. Okay, so using this result, e raised to t is always greater than t. Now instead of t, നമ്മൾ ആദ്യം ലിമിറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വേണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇ റൈസ് ടു 1 ബൈ എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ഇ റൈസ് ടു 1 ബൈ എക്സും വേണം. So 0 plus എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ we are considering the points x on the right hand side of 0, which means the first case is x is greater than 0. കാരണം 0 പ്ലസ് എടുക്കുമ്പോൾ 0യുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പോയിൻറ്റ്സ് ആണ്. 0യുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ പോയിൻറ്റ്സും പോസിറ്റീവ് ആണ്. സോ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ 1 ബൈ എക്സ് ഈസ് ഓൾവേസ് പോസിറ്റീവ്.
Okay, so 1 by x പോസിറ്റീവ് ആണെങ്കിൽ t is equal to 1 by x നും this result is valid. So we can say that 0 less than 1 by x is less than e raised to 1 by x. Okay, whenever 1 by x is positive. Okay, tക്ക് പകരം നമ്മൾ 1 by x എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷനെ കൊടുത്തു. So clearly e raised to 1 by x is always greater than 1 by x whenever 1 by x is positive. Now നമ്മൾ ആദ്യം പഠിച്ചത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ലിമിറ്റ്സ് ഈവൻ ഫോർ വൺ സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആ നെയ്ബർഹുഡിൽ ബൗണ്ടഡ് ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇ റൈസ് ടു 1 by x എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സീറോയുടെ റൈറ്റ് സൈഡിലുള്ള നെയ്ബർഹുഡ്, സീറോയുടെ റൈറ്റ് സൈഡ് മാത്രം, കാരണം നമ്മൾ 0 പ്ലസ് എടുക്കുമ്പോൾ സീറോയുടെ റൈറ്റ് സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സീറോയുടെ റൈറ്റ് സൈഡിൽ ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ജനറലി വി നോ ദാറ്റ് 1 by x ഈസ് നോട്ട് ബൗണ്ടഡ്, വിച്ച് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. അല്ലെങ്കിൽ ഞാൻ എക്സ് എൻ ഈസ് ഈക്വൽ ടു 1 by n എന്നൊരു സീക്വൻസ് എടുത്താൽ വിച്ച് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആൻഡ് 1 by n ഗോസ് ടു 0. ഓക്കെ, ഇനിയും ഇ റൈസ് ടു നമ്മൾ ഇവിടെ ജി ഓഫ് എക്സ് എൻ കൊടുക്കുമ്പോൾ g of xn is actually e raised to 1 by xn, which is e raised to 1 by n, which is e raised to n. Now e raised to 1 by x is greater than 1 by x whenever x is positive. Here xn is positive, 1 by n ആയതുകൊണ്ട്, so e raised to 1 by xn is greater than 1 by xn. So which is greater than 1 by xn, which is equal to 1 by n, which is equal to n. So നമുക്കിപ്പോൾ കിട്ടിയത് e raised to n is greater than n for all n എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നമ്മൾ xn is equal to 1 by n എന്ന് ചൂസ് ചെയ്താൽ what we got is e raised to n is e raised to 1 by xn, which is e raised to n is greater than 1 by xn. So e raised to n is greater than n for all n. ഓക്കെ, നമ്മൾ n എന്ന് പറഞ്ഞൊരു സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് വളരെ വലുതാകുമ്പോൾ 1 by n, n tends to infinity ആകുമ്പോൾ 1 by n goes to 0 and n goes to infinity. So as n goes to infinity, this right hand side goes to infinity. അതിനേക്കാട്ടിലും വലിയ പാർട്ടും goes to infinity. So നമ്മളൊരു സീറോയിലേക്ക് അടുത്ത ഒരു പോസിറ്റീവ് സീക്വൻസ് എടുത്തപ്പോൾ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ e raised to 1 by x ഈസ് നോട്ട് ബൗണ്ടഡ്. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് e raised to e raised to 1 by x is not bounded on the neighborhood of, on the positive neighborhood of 0. So which means that limit x tends to 0 plus e raised to 1 by x does not exist. ഇനിയും ഇതല്ലാതെ നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചും പറയാം. സോ നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇ റൈസ് ടു 1 by x എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും ആ സീക്വൻസിൻ്റെ ഇമേജ് സീക്വൻസ് ഷുഡ് ഗോ ടു സം പർട്ടിക്കുലർ നമ്പർ. ഇവിടെ 1 by n എന്നുള്ളത് ഇഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു 1 by n is a positive sequence and xn converges to 0, which we already know, then g of xn, which we already know, is actually e raised to 1 by xn, which is equal to e raised to n, which is greater than n. So as n tends to infinity ആകുമ്പോൾ
g of xn is not bounded. കാരണം g of xn is e raised to n. e raised to n എന്നിനെക്കാട്ടിലും വലുതാണ്. n ബൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് അതിനെക്കാട്ടിലും വലിയ സീക്വൻസും ബൗണ്ടഡ് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ്. സോ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് കൺവേർജൻ. ബൗണ്ടഡ് അല്ലാത്തൊരു സീക്വൻസും കൺവേർജൻ്റ് അല്ല. സോ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചും പറയാം. നമുക്കിപ്പോൾ 1/n എന്ന് പറയുന്നത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ്. ലിമിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഇമേജ് സീക്വൻസുകൾ കൺവേർജ് ചെയ്യണം. ഇവിടെ അതിൻ്റെ ഇമേജ് സീക്വൻസ് എന്ത് ചെയ്യുന്നില്ല? കൺവേർജ് ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് e raised to 1/x ഡസ് നോട്ട് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 0 plus e raised to 1/x does not exist. Okay, now moving on to limit x tends to 0 minus. Limit x tends to 0 minus e raised to 1/x. Okay, here നമ്മൾ 0 മൈനസ് ആകുമ്പോൾ സീറോയുടെ ലെഫ്റ്റ് സൈഡാണ്. സീറോയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ എക്സുകളെല്ലാം സീറോയെക്കാട്ടിലും ചെറുതാണ്. സോ എക്സുകളെല്ലാം നെഗറ്റീവാണ്. ഓക്കെ, 0 മൈനസ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് 1/xും നെഗറ്റീവാണ്. ദെൻ മൈനസ് 1/x ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ഇനി നമ്മൾ t is equal to minus 1/x എന്ന് കൊടുക്കുമ്പോൾ we have a result 0 less than t less than e raised to t whenever t is positive. ഇവിടെ t is equal to minus 1/x എന്ന് എടുക്കുന്നു കാരണം minus 1/x പോസിറ്റീവാണ്. സോ വി ക്യാൻ സേ ദാറ്റ് 0 less than minus 1/x less than e raised to minus 1/x since minus 1/x is positive. Now നമ്മൾ ഇതിൻ്റെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം എടുക്കുന്നു. ദാറ്റ് ഈസ് minus 1/x is actually less than e raised to minus 1/x. e raised to minus 1/xനെ 1/e raised to 1/x എന്ന് എഴുതാം. സോ minus 1/x is less than 1/e raised to minus 1 plus 1/x. Now here x is negative, so minus x is positive. So minus x കൊണ്ട് throughout inequality മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൾട്ടിപ്ലൈങ് വിത്ത് മൈനസ് എക്സ്, കാരണം മൈനസ് എക്സ് പോസിറ്റീവാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇംപ്ലൈസ് പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകില്ല. സോ മൈനസ് എക്സ് ടൈംസ് minus 1/x is less than minus x by e raised to 1/x, which implies കാരണം മൈനസ് എക്സ് പോസിറ്റീവാണ്, ദിസ് ഈസ് ആക്ച്വലി 1 എന്ന് കിട്ടും. എക്സും എക്സും ക്യാൻസൽ ആയിട്ട് 1 ഈസ് ലെസ് ദാൻ മൈനസ് എക്സ് ബൈ e raised to 1/x. ഇനി ഈ എന്നുള്ളൊരു പോസിറ്റീവ് നമ്പറാണ്. സോ ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ എന്ത് പവർ എടുത്താലും വിച്ച് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പവേഴ്സ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ ഈ ഒരു പോസിറ്റീവ് നമ്പറാണ്, അതിൻ്റെ പവർ e raised to 1/x വാട്ട് എവർ എക്സ് മേ ബി ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ അടുത്ത കേസിൽ നമ്മൾ e raised to 1/x കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൾട്ടിപ്ലൈങ് വിത്ത് e raised to 1/x വി ഗെറ്റ് അത് പോസിറ്റീവ് ആയതുകൊണ്ട് ഡസ് നോട്ട് ചേഞ്ച്. 1 into e raised to 1/x is e raised to 1/x minus x into e raised to 1/x divided by e raised to 1/x. e raised to 1/x cancel ആയി പോകും. സോ മൈനസ് എക്സ് എന്ന് കിട്ടും. സോ കമ്പൈനിങ് ദ ഫസ്റ്റ് വൺ ആസ് വെൽ, 0 ലെസ് ദാൻ എന്നുള്ള ഇക്വാലിറ്റി യൂസ് ചെയ്യുമ്പോൾ 0 ലെസ് ദാൻ e raised to 1/x ലെസ് ദാൻ മൈനസ് എക്സ് എന്ന് കിട്ടും whenever x is less than 0. This is the inequality we get. Now ഇനിയും നമുക്ക് സ്ക്വീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും.
ഓക്കെ, കാരണം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂസാണ് നോക്കുന്നത്. ഇനി എക്സ് അപ്രോച്ചിങ് ടു 0 ആകുമ്പോൾ ഉള്ള വാല്യൂസ് കൺസിഡർ ചെയ്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂസാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ എക്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതിന് സ്ക്വീസ് തിയറം വീണ്ടും അപ്ലൈ ചെയ്യാം. സോ ഇവിടെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ജി ഓഫ് എക്സ് ലെസ് ദാൻ എച്ച് ഓഫ് എക്സ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 plus 0 minus 0 is equal to 0, and also limit x tends to 0 minus x is also 0. So x 0 എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 പോകുന്നു, റൈറ്റ് ഹാൻഡ് സൈഡും 0 പോകുന്നു. സോ ദ മിഡിൽ പാർട്ട് ഓൾസോ ഗോസ് ടു 0. Okay, that is limit x tends to 0 minus g of x is equal to 0. ഇവിടെ 0 മൈനസ് വന്നത് നമ്മൾ എക്സ് ലെസ് ദാൻ 0 ആകുന്ന കേസാണ് കൺസിഡർ ചെയ്തത്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എക്സ് അപ്രോച്ചിങ് ടു 0 ആകുന്ന കേസ്. ജി ഓഫ് എക്സ് is 0 is to 1 by x. That is limit x tends to 0 e raised to 1 by x is actually 0 minus. So ഇവിടെ e raised to 1 by xൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, അത് 0 ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് ബൗണ്ടഡ് അല്ല. സോ ചില കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ വൺ സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, അതർ വൺ സൈഡ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to 1 by x does not exist. കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. Next is an exercise problem for you. Check the existence of limits of the function h of x is equal to 1 by e raised to 1 by x plus 1 at 0. So x is equal to 0 ആകുമ്പോഴുള്ള വൺ സൈഡ് ലിമിറ്റിൻ്റെ എക്സിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസും കണ്ടെത്തുക. ഈ റിസൾട്ട് യൂസ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു e raised to 1 by xുമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യുന്നതാണ് better. I think you will get the answer. This is an assignment for you. Okay, if you don't get it, please contact me. Thank you.